വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് എസ്ര പൗണ്ട് പുനർവ്യാഖ്യാനം ചെയ്ത ദ റിവർ മെർച്ചൻറ്റ്സ് വൈഫ് എ ലെറ്റർ എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കൊട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ദ റിവർ മെർച്ചൻറ്റ്സ് വൈഫ് എന്നത് എസ്ര പൗണ്ടിൻ്റെ ക്ലാസിക്കൽ ചൈനീസ് എഴുത്തുകാരനായ ലിബാബിയുടെ 8-ാം നൂറ്റാണ്ടിലെ ഒരു കവിതയുടെ പുനർവ്യാഖ്യാനമാണ്. ഈ കവിതയിലുള്ള സ്ത്രീ ഒരു വ്യാപാരിയായ ഭർത്താവിന് വേണ്ടി ദുഃഖിച്ചിരിക്കുന്ന ഒരു യങ് ലേഡിയാണ്. എസ്ര പൗണ്ട് ഈ കവിത ആദ്യമായി പബ്ലിഷ് ചെയ്തത് 1915 തൻ്റെ സമാഹാരമായ ഖാതയിലാണ്. ഈ കവിത ഒരു കത്തിൻ്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഈ കത്തിൽ ഒരു ഭാര്യയുടെ ചിന്തകളും അവളുടെ വികാരങ്ങളുമാണ് വിവരിക്കുന്നത്. അവൾ കഴിഞ്ഞ 5 മാസമായി ഭർത്താവിനെ കണ്ടിട്ട്. അവളുടെ ഭർത്താവ് ഒരു വ്യാപാരിയാണ്. ഇപ്പോൾ അവൾ തൻ്റെ ദിവസങ്ങൾ അവരുടെ കുട്ടിക്കാലം ഓർത്തുകൊണ്ടാണ് കഴിയുന്നത്. ഭർത്താവിനെ ആദ്യമായി കണ്ടതിൻ്റെ മധുരമായിട്ടുള്ള ഓർമ്മകളിലാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. കവിതയുടെ പോയറ്റിക് ഫോം ഫ്രീ വേഴ്സ് ആണ്. തീംസ് ആയിട്ട് വരുന്നത് കമ്മിങ് ഓഫ് ഏജ്, ജേർണി, ലവ്, റിലേഷൻഷിപ്സ് എന്നിവയാണ്. ഇമോഷൻസ് ഇവോക്ക് എന്തൊക്കെ ഇമോഷൻസ് ആണ്? ഹോപ്പ്, ലവ് ഫോർ ഹിം, മിസ്സിങ് സം വൺ, സാഡ്നെസ്. പിന്നെ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 20th സെഞ്ച്വറിയാണ്. പോയം നോക്കാം. While my hair was still cut straight across my forehead, I played about the front gate, pulling flowers. You came by on bamboo stilts, playing horse. You walked about my suite, playing with blue plums. And we went on living in the village of Chogan, 2 small people, without dislike or suspicion. ഇവിടെ പറയുന്നത് ആദ്യത്തെ സ്റ്റാൻസയിൽ 2 പ്രധാന കഥാപാത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഏതാണ് 2 പ്രധാന കഥാപാത്രങ്ങൾ? ഒന്ന് വ്യാപാരിയും 2 അവൻ്റെ ഭാര്യയും. അവർ കുട്ടികളായിരുന്ന സമയത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. കുട്ടിക്കാലത്ത് നമ്മുടെ ഭാര്യ അല്ലേ, ആ ഒരു കുട്ടിയുടെ മുടി എങ്ങനെയായിരുന്നു? ചുരുണ്ട് ഇരുന്നതായിരുന്നു. ആ ചുരുണ്ട മുടി അവളുടെ നെറ്റിയിൽ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടി അവളുടെ മുൻവാതിലിന് ചുറ്റും കളിച്ചു അല്ലെ, വീടിൻ്റെ മുൻവാതിലിന് ചുറ്റും കളിക്കുകയായിരുന്നു. കൂടെ പൂക്കളൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ ആൺകുട്ടി എന്താണ് ചെയ്തിരുന്നത്? മുള കൊണ്ടുള്ള തൂണുകൾ കയറി കുതിരകളെ പിടിച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇവിടെ പ്ലേയിങ് എന്ന് കാണുന്നുണ്ട്. പ്ലേയിങ് എന്ന് പറയുന്നത് ഒരു വെർബാണ്, ഒരു ക്രിയയാണല്ലേ. അപ്പോൾ അവരെന്തൊക്കെയാണ് കുട്ടിക്കാലത്ത് ചെയ്തിരുന്നത്? ആ പെൺകുട്ടി വീടിൻ്റെ വാതിലിൻ്റെ മുന്നിൽ കളിക്കുന്നുണ്ടായിരുന്നു, പൂക്കളൊക്കെ പറിച്ചിട്ട്. ആൺകുട്ടി മുളങ്കാലുകളിൽ കയറിയിട്ട് അവരുടെ ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? അവരുടെ സന്തോഷകരമായ ജീവിതമാണ്, കുട്ടിക്കാലത്തുള്ള ജീവിതമാണ്. കുട്ടിക്കാലത്ത് അവർ ചോഗൻ എന്ന സ്ഥലത്ത് ഒരുമിച്ചാണ് വളർന്നത്. നിഷ്കളങ്കമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സ്റ്റാൻസിയുടെ അവസാനം എത്തുമ്പോഴത്തേക്കും അവർ ഒരുമിച്ചല്ലാതെ വേർപിരിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് വേർപിരിഞ്ഞ് വളർന്നു. ഇത് അവരുടെ വേർപാട് മുൻകൂട്ടി സൂചിപ്പിക്കുന്നതാണ്. ഇനി സെക്കൻഡ് സ്റ്റാൻസ നോക്കുകയാണെങ്കിൽ, At 14 I married my lord you. I never laughed being bashful. Lowering my head, I looked at the wall. Called to 1,000 times, I never looked back. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? At 14 I married my lord you. അപ്പം അവൾ എത്രാമത്തെ വയസ്സിലാണ് അയാളെ വിവാഹം ചെയ്തത്? 14 അല്ലെ, 14 വയസ്സിലാണ് വിവാഹം ചെയ്യുന്നത്. അപ്പോൾ ഈ വരിയിൽ വളരെ ചെറുപ്പത്തിൽ മാരീഡായ പെൺകുട്ടിയെ പറ്റിയിട്ടാണ് പറയുന്നത്. വിവാഹ സമയത്ത് അവളുടെ നാണവും പേടിയുമൊക്കെ വളരെ സുന്ദരമായും യാഥാർത്ഥ്യമായുമാണ് കവി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ലോവറിങ് മൈ ഹെഡ് ഐ ലുക്ക്ഡ് അറ്റ് ദ വോൾ, കോൾഡ് ടു 1,000 times I never looked back. ഇവിടെ അവളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിനൊക്കെ പറയുന്നുണ്ട്. അവൾ എന്താണ്? തല കുനിഞ്ഞ് നിൽക്കുകയാണ്. കുനിഞ്ഞ് നിൽക്കുമ്പോൾ അവൾ അവൻ്റെ മുഖത്തൊന്നും നോക്കുന്നില്ല അല്ലേ. ചെറുതും നാണവുമുള്ള ഒരു
നവവധുവായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അല്ല, അവൾ വളരെ ചെറുപ്പത്തിൽ വിവാഹിതയായിരുന്നു. അപ്പോഴവൾ നാണം കൊണ്ട് ഭർത്താവിൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. അപ്പോൾ അവളുടെ വിവാഹ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഈ വരിയിൽ കവി പറയുന്നത്. നെക്സ്റ്റ്, അറ്റ് 15 I stopped scowling. I desired my dust to be mingled with yours, forever and forever and forever. Why should I climb the lookout? സ്കൗളിംഗ് എന്നത് മുഖം ചുളിച്ചിരിക്കുന്ന ഒരു വിരസത എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം 15 വയസ്സിൽ അവൾക്ക് ഭർത്താവിനെ അവൾ എന്ത് ചെയ്തു? ഒരുപാട് സ്നേഹിച്ചു. അവർ രണ്ടുപേരും മരിച്ചതിന് ശേഷം എന്താണ് അവളുടെ ആഗ്രഹം? ആഷസ്, ചാരം, അവരുടെ രണ്ടുപേരുടെയും മരണശേഷമുള്ള ആ ചാരം ഒരുമിച്ച് കലരണമെന്ന് അവൾ ആഗ്രഹിച്ചു. അതായത് ഒരുമിച്ച് മിക്സായിട്ട് ഇരിക്കണം. അങ്ങനെ പോലും അവരെന്ത് ചെയ്യാൻ പാടില്ല, വേർപിരിയരുത് എന്നവൾ ആഗ്രഹിച്ചു. അവളുടെ ഭർത്താവ് ഇപ്പം ഒരുപാട് ദൂരെയാണുള്ളത്. അയാളൊരു മെർച്ചൻ്റാണ് അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും ബന്ധത്തെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അറ്റ് 16 you departed. You went into far Kutuan by the river of swirling eddies, and you have been gone 5 months. The monkeys make sorrowful noise overhead. You dragged your feet when you went out. സ്വാർലിംഗ് എഡീസ് എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റുകൾ. അറ്റ് 16 you departed. അപ്പം അവളുടെ 16ാമത്തെ വയസ്സിലാണ് അവളുടെ ഭർത്താവ് വീണ്ടും വ്യാപാരത്തിനായിട്ട് ദൂരേക്ക് പോകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വ്യാപാരിയായ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പ്രണയത്തെയും വേർപാടിനെയും പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഭാര്യ നീണ്ട കാറ്റ് മുറിച്ചും മണൽ നിറഞ്ഞ നദിയെ മറികടന്ന് അവളുടെ ദൂരെ പോയ ഭർത്താവിനെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അവൾക്ക് അത്രയും അധികം അയാളോട് സ്നേഹമുണ്ടല്ലേ. അപ്പം അദ്ദേഹം വ്യാപാരത്തിനായിട്ട് അവളുടെ അടുത്ത് നിന്ന് പോയിട്ട് ഇപ്പോൾ എത്ര മാസമായി എന്നാണ് പറയുന്നത്? 5 മാസമായി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം അത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ആ ഒരു 5 മാസങ്ങൾ. ഇവിടെ ഭാര്യയുടെ ഭർത്താവിനെ കാണാത്തത് കൊണ്ടുള്ള ദുഃഖവും പ്രകൃതിയുടെ വിവരണമൊക്കെ വായനക്കാരുടെ മനസ്സിനെ വല്ലാതെ ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. You dragged your feet when you went out. By the gate now the moss is grown, the different mosses, too deep to clear them away. ഇവിടെ ഈ വരിയിൽ പറയുന്നത് വ്യാപാരിയുടെ ഭാര്യയുടെ മനസ്സിലുള്ള ആഴമേറിയ ഭാവങ്ങളെയും അവളുടെ ഭർത്താവിനോടുള്ള പ്രണയവുമാണ് പ്രകടിപ്പിക്കുന്നത്. കൂടാതെ പ്രകൃതി മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധം വ്യക്തമായിട്ട് റിഫ്ലക്റ്റും ചെയ്യുന്നുണ്ട്. The leaves fall early this autumn. The wind. The paired butterflies are already yellow with August. Over the grass in the west garden. ഈ വരിയിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. The leaves fall early this autumn in wind. The paired butterflies are already yellow with August. Over the grass in the west garden. ഈ വരിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഇലകൾ, ശരത്കാലത്തിൻ്റെ കാറ്റ്, പിന്നെ ഭർത്താവിനോട് വേർപാടിൻ്റെ വേദനയിൽ മുങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീ അല്ലേ, ഇവയൊക്കെ പ്രകൃതിയിലും മനുഷ്യ ജീവിതത്തിലും ദുഃഖത്തിൻ്റെ സ്വഭാവമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പിന്നെ the paired butterflies are already yellow with August over the grass in the west garden. ഈ വരിയിലൂടെ പറയുന്നത് ഭാര്യ അവളുടെ ഭർത്താവിൻ്റെ സഹജീവിതത്തെ പറ്റി അല്ല, അവർ തമ്മിൽ ഒരുമിച്ചുള്ള ജീവിതത്തെ പറ്റിയിട്ട് എന്നും ഓർക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അവൾ എല്ലാ ദിവസവും അവർ ഒരുമിച്ചുള്ള ആ ഒരു ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കുന്നവളാണല്ലേ. ഭാര്യ ഭർത്താവിൻ്റെ ആ ഒരു അഭാവത്തിൽ അയാളുടെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് വളരെയധികം സങ്കടത്തിലാണ് ഉള്ളത്. They hurt me, I grow older. If you are coming down through the narrows of the river Kiang, please let me know beforehand, and I will come out to meet you as far as Chofu Sa. കിയാങ് എന്ന് പറയുന്നത് ചൈനയിലുള്ളൊരു റിവറാണ്, ഒരു നദിയാണ്. അപ്പം ഭർത്താവിനോട് പറയുകയാണ്, നിങ്ങൾ കിയാം നദിയുടെ സങ്കീർണ ഭാഗങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ
അതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ അറിയിക്കണം. നിങ്ങൾ വരുന്നത് എന്നെ അറിയിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നിങ്ങളെ കാണാനായിട്ട് വരും. അപ്പോൾ ഇവിടെ ഭർത്താവ് വീട്ടിലേക്ക് എത്തുന്ന മാർഗം അല്ലെ ആ വഴികളെക്കുറിച്ചുള്ള അവളുടെ ആശങ്കകളാണ് പറയുന്നത്. ഇതിനർത്ഥം എന്താണ്? അവളുടെ പ്രിയപ്പെട്ടവൻ അവിടെ നിന്ന് തിരിച്ചു മടങ്ങിയാൽ ശക്തമായ കാറ്റും ആഴമുള്ള നദിയും ഒന്നും തന്നെ അവളെ പേടിപ്പെടുത്തുന്നില്ല. അല്ല, അവൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. അവളുടെ കളങ്കമില്ലാത്ത ഭർത്താവിനോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെ, ആ ഒരു സ്നേഹവും കനിവുള്ള മനസ്സുമാണ് ഇവിടെ പോയിട്ട് ചിത്രീകരിക്കുന്നത്. പ്രകൃതി ദൃശ്യവും മനുഷ്യവികാരങ്ങളും ഒരുമിച്ചാണ് കവിതയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അവൾ എത്രയും പെട്ടെന്ന് അവളുടെ ഭർത്താവിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവനുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് കുറയാൻ വേണ്ടിയിട്ട് അവൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അവൻ ഒരുപാട് ദൂരെയാണുള്ളത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് കുറഞ്ഞ് എന്നും തൻ്റെ ഭർത്താവ് അവളുടെ അരികിൽ തന്നെ നിൽക്കാൻ വേണ്ടി അവൾ ആഗ്രഹിക്കുന്നു.